ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 15 വർഷക്കാലം CSI പള്ളിയിലെ അച്ഛനായിരുന്നു ഞാൻ. ഒരു വൈദികൻ്റെ മകനായിട്ട് ദീർഘവർഷങ്ങളായിരുന്നു. ഞാൻ എല്ലാ അച്ഛന്മാരെ പോലെ അല്പം വ്യത്യസ്തമുണ്ട്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പേ ഗുണപ്പെട്ട അച്ഛനാണ്. അച്ഛനാകുന്നതിന് മുമ്പേ രക്ഷയ്ക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. പിന്നെ എൻ്റെ പിതാവ് അച്ഛനായിരുന്നു. അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനായതുകൊണ്ട് ഗതികേടിന് ആ പള്ളി നിന്നുപോയി. 15 വർഷക്കാലം ഈ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ദൈവജനത്തെ രക്ഷിക്കാമെന്ന് നോക്കി. വെറുതെയാണ് പിന്നെ മനസ്സിലായ. ദൈവം നമ്മളെ പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു. മാത്രവുമല്ല, ഇന്ന് എനിക്ക് സന്തോഷമുള്ളത് ഇത്രയും അച്ഛന്മാർ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, ഒത്തിരി അച്ഛന്മാരാ എനിക്ക് മുമ്പേ ഇറങ്ങി ഒത്തിരി ഭക്തന്മാരുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാര്യം, ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമേ ഉള്ളൂ. പുത്തൻ പെന്തിക്കോസ്തുകാരനാണ്. ദൈവം എന്നെ വിളിച്ചിറക്കിയത് ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് പൂർണ്ണം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത ഉണർവ് ഇന്ത്യക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ഉണർവ് ഇന്ത്യക്ക് വേണ്ടിയാണ്. ആ ഉണർവ് ആരംഭിക്കാൻ കേരളത്തിൽ നിന്നാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജനകോടികളെ കൊയ്യുവാനായിട്ട് ഭാരതത്തിലേക്ക് പോകാൻ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ടാണ് ഒരു പടയദൈവം ഒരുക്കുകയാണ്, ഒരു സംഗതി ഒരുക്കുകയാണ്. We are going to plunder North India. We are going to harvest thousands of souls for the kingdom. കാരണം ഇവിടെയാണ് അതിൻ്റെ ആർമിയെ ദൈവം സജ്ജമാക്കുന്നത്.